നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായ PV അൻവറിന്റെ ഒരു പത്രിക തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്ത. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അൻവർ നൽകിയ പത്രിക തള്ളിയിരിക്കുന്നു. അതിന് പകരം PV അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം എന്നുള്ളതാണ് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനു ശേഷം പുതിയത് സ്വീകരിച്ചുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. സ്വതന്ത്രനായി മത്സരിക്കാനുള്ള പത്രിക സ്വീകരിച്ചിരിക്കുന്നു. ഇത് മൂന്നാം തവണയാണ് ഈ രീതിയിൽ അൻവർ നിലമ്പൂരിൽ മത്സരിക്കുന്നത്. സൂക്ഷ്മ പരിശോധന ഇന്ന് പൂർത്തിയാകാൻ പോകുന്നു. അങ്ങനെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന് മത്സരിക്കാൻ കഴിയുക സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക. PV അൻവറിന്റെ ഒരു പത്രിക തള്ളിയിരിക്കുന്നു. തൃണമൂൽ സ്ഥാനാർത്ഥിയായിട്ട് അൻവർ നൽകിയ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് താൻ മത്സരിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ 15ഓളം മന്ത്രിമാരും അത്ര തന്നെ MP മാരും പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും ഒക്കെ ഇവിടേക്ക് വരുമെന്നും ആ രീതിയിലുള്ള വിപുലമായ പ്രചാരണം നടത്തുമെന്നും സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അല്ല, മറിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മത്സരിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നൽകിയിട്ടുള്ള പത്രിക തള്ളിയിരിക്കുന്നു. TMCയുടെ പത്രിക തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. D. ബിനോയ് ചേരുന്നു. D. ബിനോയ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഇത് തള്ളിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം അറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ പൂവും പുല്ലും എന്നുള്ള ചിഹ്നം നൽകപ്പെട്ടിരുന്നു. ആ ചിഹ്നത്തിന് ഇതോടുകൂടി മാറ്റമൊന്നും വരില്ല എന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഒരു സാങ്കേതിക കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ പത്രിക തള്ളി എന്നുള്ള ഒരു വിവരം മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. അതേസമയം PV അൻവർ പത്രിക തള്ളിയതിനെതിരെ വീണ്ടും സമീപിച്ചിട്ടുണ്ട്. അത് തള്ളാൻ ഇടയായ സാഹചര്യം പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് തുടർന്നുള്ള പരാതി നൽകുമെന്നുള്ള വിവരവും പുറത്തു വരുന്നു. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ നൽകിയ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. അതിനാണ് പൂവും പുല്ലും അതിനകത്തായിരുന്നു ചിഹ്നം വരിക. ഇപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രനായി മത്സരിക്കാൻ കഴിയും. ആ പത്രിക സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലെ സാങ്കേതികമായ പ്രശ്നം എന്താണെന്നുള്ളത് ഇതുവരെയായും വ്യക്തമായിട്ടില്ല. അത് ഇനി കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും PV അൻവർ പ്രതീക്ഷിച്ചിരുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഒപ്പം അദ്ദേഹം പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുന്നണിക്കും രൂപം നൽകിയിരുന്നു. അതിൻ്റെ അമരത്ത് TMC ആയിരുന്നു. അങ്ങനെ ആ TMCയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അൻവർ. ഇത് അൻവറിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒപ്പമല്ല മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അൻവറിനൊരു തിരിച്ചടിയായി ഇത് കാണാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം 3 സെറ്റ് പത്രികകളാണ് അദ്ദേഹം നൽകിയെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നതിന് വേണ്ടി നൽകിയ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരരംഗത്ത് തുടരാനാകും. അതേസമയം ഒരു പാർട്ടിയുടെ ആളായി മത്സരിക്കാനാവില്ല എന്നുള്ള സൂചനകളാണ്. അതുകൊണ്ട് തന്നെ ആ തള്ളിയ പത്രിക, എന്തിനാണ് പത്രിക തള്ളിയത് എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പരാതി നൽകിയിരിക്കുകയാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. അതെ, പുനഃപരിശോധന വേണമെന്നാണ് PV അൻവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ തള്ളിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് 2-3 സെറ്റുകൾ പത്രിക പൊതുവെ സമർപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ചും PV അൻവറിനെ പോലുള്ള ഒരാൾ പത്രിക സമർപ്പിക്കുമ്പോൾ അതിസൂക്ഷ്മമായി ഒരു തെറ്റ് പോലും വരാത്ത രീതിയിൽ ഉള്ള കൃത്യതയുള്ള ഒരു പത്രിക ആയിരിക്കണം എന്നതിൽ ഒരു സംശയമില്ല. അത് PV അൻവർ മാത്രമല്ല, ആരായാലും അങ്ങനെ തന്നെ വേണം. പക്ഷേ ആരായാലും എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പറയേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്മീഷൻ്റെയും അതുപോലെ ഇലക്ടറൽ ഓഫീസറുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ശ്രദ്ധയപ്പെടുത്താവുന്ന രീതിയിൽ കാര്യങ്ങൾ വരികയും പിന്നീട് അത് തള്ളപ്പെടുകയോ ഒക്കെ ചെയ്തതിൻ്റെ ചരിത്രം ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ഈ രീതിയിൽ TMCയുടെ പത്രിക തള്ളപ്പെട്ടു പോയാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള മറ്റൊന്ന് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വളരെയധികം സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. ആ സംശയങ്ങൾ അതിൻ്റെ മുറയ്ക്ക് നമുക്ക് വാർത്തകൾ വരുന്ന മുറയ്ക്ക് തീർക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കാവുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ എന്ന് വരികയാണെങ്കിൽ തന്നെയും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ MP മാർക്കൊക്കെ ഇവിടെ വന്നിട്ട് സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെയാണ്, അതിലൊരു സംശയവുമില്ല, സാങ്കേതികമായ തടസ്സത്തിൻ്റെ പേരിലാണ്. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആണെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെയായിട്ട് ഞങ്ങൾ ഇതാ PV അൻവറിനെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു എന്നൊക്കെ പ്രസംഗിക്കാവുന്ന ഒരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ, അല്ലേ?
തീർച്ചയായിട്ടും ഇനി വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് വേണമെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാം. അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് PV അൻവർ എന്ന് പറയാം. ഒപ്പം തന്നെ TMCയുടെ നേതാക്കന്മാർക്ക് കേരളത്തിൽ നിലമ്പൂരിലെത്തി തന്നെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാം. അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും നിർണായകമായ കാര്യം ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ നൽകിയ പത്രിക തള്ളുക എന്ന് പറയുന്നു. അതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോഴും അതിൽ കാണിച്ച ഒരു സൂക്ഷ്മത അല്ലെങ്കിൽ ഒരു പിശക് എന്നുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് TMC മുന്നണിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു, അതിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് PV അൻവർ. അദ്ദേഹം നൽകിയ പത്രികയിൽ തന്നെ പിശക് വരുന്നു, അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നം വരുന്നു. ആ സാങ്കേതിക പ്രശ്നം വരാൻ ഇടയായ സാഹചര്യം ഒപ്പം സമർപ്പിച്ച സ്വതന്ത്രനാണ് എന്ന് കാണിച്ചുകൊണ്ട് സമർപ്പിച്ച പത്രികയിൽ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായ നോക്കുമ്പോഴേക്കും അവിടെ എന്താണ്, അല്ലെങ്കിൽ TMCയുടെ പേരിൽ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ സമർപ്പിച്ച പത്രികയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എന്തായാലും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. PV അൻവർ എന്തായാലും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നുള്ള സൂചന കൊണ്ട് തന്നെയാണ് 2-3 സെറ്റ് പത്രികകൾ നൽകിയതും. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ, രണ്ടാമത്തേത് രണ്ടെണ്ണം സ്വതന്ത്രന്മാരുടെ പേര്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന 2 സെറ്റ് പത്രികകളുമാണ് അന്ന് നൽകിയിരുന്നത്. അതിൽ TMC അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ നൽകിയ പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും സ്വതന്ത്രനായി മത്സരരംഗത്തുണ്ടാകും നിലമ്പൂരിൽ. അതെ, എന്തുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ നൽകിയിട്ടുള്ള പത്രിക തള്ളിയത് എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് അറിയുന്ന മുറയ്ക്ക് അത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ D. ബിനോയ് സൂചിപ്പിക്കുകയുണ്ടായി, പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ പേരിൽ ആ രീതിയിലുള്ള വ്യാപകമായൊരു പ്രചാരണത്തിന് ഒരുങ്ങിയിരുന്നു. ഉച്ചരിക്കാൻ പ്രയാസമുള്ള പ്രപ്രമു, ചുരുക്കി ഒറ്റവാക്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ മുന്നണിയുടെ മു. അപ്പോൾ പ്രപ്രമു എന്ന പേരിൽ തൻ്റെ ഒരു പ്രതിരോധം തീർക്കാനൊക്കെയുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. അതും പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ആ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ തടസ്സമൊന്നുമില്ല എന്ന് കരുതാം, അല്ലേ? തീർച്ചയായും അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മുന്നണി രൂപീകരിച്ചതും അൻവർ തന്നെയാണ്. പക്ഷേ മുന്നണിയിൽ ആരൊക്കെയാണ് ഘടകകക്ഷികളായിട്ടുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ രൂപം ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. കാരണം സംസ്ഥാന തലത്തിൽ ഒരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു മുന്നണിക്ക് രൂപം നൽകിയത്. ഈ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നൊക്കെ പറയുന്ന മുന്നണിക്ക് രൂപം നൽകിയത്. അപ്പോൾ ഇതിൻ്റെ തലപ്പത്ത് PV അൻവർ ഉണ്ടാവും. അങ്ങനെ അത്തരത്തിലൊരു പ്രചരണ പരിപാടിയായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതും. അത് ആദ്യം നിലമ്പൂരിൽ തുടങ്ങുക, നിലമ്പൂരിൽ മുന്നണിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കുക, മുന്നണി പിന്നീട് സംസ്ഥാന വ്യാപകമാക്കി ഇത് പ്രചരിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. എന്തായാലും ആ മുന്നണിയുമായി അൻവർ മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഇതിൽ ഇപ്പോൾ വരണാധികാരി പറഞ്ഞു, വരണാധികാരിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു, ഔദ്യോഗികമായിട്ടല്ല അല്ലാത്ത രീതിയിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചു എന്നുള്ള നിലയ്ക്ക് വരുന്ന 2 വാർത്തകൾ. ഒന്ന്, ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെതായി സമർപ്പിക്കപ്പെട്ട ഒന്നിൽ ചില പിശകുകളുണ്ട്. ആ രീതിയിൽ വരണാധികാരിയുടേതായിട്ടുള്ള വാക്കുകളെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു വാർത്ത അതിൻ്റെ വിശദീകരണമായിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന്, അതിൽ ഒപ്പിടാൻ ഏതോ ഒരു പേജിൽ ഒപ്പിടാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഒരു പ്രത്യേക കോളത്തിൽ ഒപ്പിടാൻ വിട്ടുപോയി എന്നുള്ള രീതിയിലുള്ള ഒരു വിശദീകരണവും വരുന്നുണ്ട്. അത് പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതല്ല. സ്വാഭാവികമായിട്ടും അത് അല്പം കഴിഞ്ഞിട്ടേ നമ്മൾക്ക് വിശദീകരിച്ച് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെതായി നൽകിയ പത്രികയിൽ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗത്തൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു ഭാഗത്ത് ഒപ്പിടാൻ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടല്ലാതെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ PV അൻവർ നൽകിയ പത്രിക തള്ളിയതിന് കാരണമായിട്ട് വരണാധികാരി പറഞ്ഞതായിട്ട് വരുന്ന റിപ്പോർട്ടുകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. D. ബിനോയാണ് ഇപ്പോൾ തിരിഞ്ഞു വന്ന ഈ വാർത്തയുടെ വിവരങ്ങൾ തത്സമയം നൽകിയത്. നിലമ്പൂരിൽ PV അൻവറിൻ്റെ ഒരു പത്രിക തള്ളിയിരിക്കുന്നു. തൃണമൂൽ സ്ഥാനാർത്ഥിയായി അൻവർ നൽകിയ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. അൻവറിന് പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം. കാരണം 3 സെറ്റ് പത്രികകൾ നൽകിയിരുന്നു. അതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ നൽകിയ പത്രികയാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. മറ്റ് 2 എണ്ണത്തിൽ ഒന്ന് സ്വീകരിക്കുകയും അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാമെന്നുള്ള അവസ്ഥ വരികയും ചെയ്തിരിക്കുന്നു. സ്വതന്ത്രനായി മത്സരിക്കാനുള്ള പത്രിക സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ തനിക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കണം, അതുകൊണ്ട് ആ തള്ളിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് PV അൻവർ ഇന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സമർപ്പിച്ചിരിക്കുന്ന നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് പൂർത്തിയാകാൻ പോവുകയാണ്.